നമസ്കാരം. പ്രദീപ് മീഡിയ വീണ്ടും സ്വാഗതം. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നൽകിയ നിർദ്ദേശങ്ങൾ ചർച്ചയാവുന്ന വർത്തമാനകാലത്ത് ഈ നിയമം പാലിച്ച ഒരു ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് പങ്കുവയ്ക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കോട്ടയം ആർപ്പുക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ആറാട്ടു ദിവസത്തെ കാഴ്ചകൾ. വൈകുന്നേരം 3 കൊമ്പന്മാരാണ് ആറാട്ടിനുണ്ടായിരുന്നത്. പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ ആനകൾ അണിനിരന്നു. 3 മീറ്ററിലധികം ദൂരം ഓരോ കൊമ്പന്മാരും തമ്മിൽ ഉണ്ടായിരുന്നു. മലയാലപ്പുഴ രാജൻ, പെരിങ്ങേലിപ്പുറം അപ്പു, മഹാദേവൻ എന്നീ കൊമ്പന്മാരുടെ നിപ്പ് തന്നെ മനോഹരം. നടുക്ക് തിടംപേറ്റാൻ രാജനും ഇടത്തേക്കൂട്ട് അപ്പുവും വലത്തേക്കൂട്ട് മഹാദേവനും നിന്നു. മലയാലപ്പുഴ രാജൻ കിട്ടിയ തീറ്റ സന്തോഷത്തോടുകൂടി കഴിക്കുന്നു. തൊട്ടടുത്ത് നിന്ന അപ്പുവിന് തീറ്റയില്ല. തുമ്പികൊണ്ട് കൈകാട്ടി വിളിക്കുന്നു. എനിക്കൂടി കുറച്ച് തീറ്റ തരുമോ എന്നാണ് ചോദിക്കുന്നത്. ഒടുവിൽ അപ്പുവിൻ്റെ പരിഭവത്തിന് വിരാമമിട്ടുകൊണ്ട് പാപ്പാൻ തീറ്റയുമായി എത്തി. തീറ്റയൊക്കെ തിന്ന് അപ്പു സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോഴാണ് അത് സംഭവിച്ചത്. അന്തരീക്ഷം പെട്ടെന്ന് മാറി. ശക്തമായ മഴ, അതിശക്തമായ മഴ. ഭക്തജനങ്ങൾ ആനക്കൊട്ടിലിൽ കയറി അഭയം പ്രാപിച്ചു. അപ്പു നിന്നിരുന്ന സൈഡിൽ കാറ്റുമൂലം എറിച്ചിലടിച്ചു തുടങ്ങി. അടുത്ത് കിടന്ന ഡെസ്കിൽ മഴത്തുള്ളികൾ തെറിച്ചു. കൊമ്പൻ്റെ ദേഹം മുഴുവൻ നനഞ്ഞുകൊണ്ടേയിരുന്നു. മഴ കനത്തു. അപ്പു നനഞ്ഞുകൊണ്ടേയിരുന്നു. നനഞ്ഞുകൊണ്ടിരിക്കുന്ന അപ്പുവിനെ വേണമെങ്കിൽ പന്തലിൽ
അടുത്ത ആനയുടെ അടുത്തേക്ക് നീക്കി നിർത്തുവാൻ പാപ്പാന് കഴിയും. അങ്ങനെ നിർത്തിയാൽ മഴ നനയുകയുമില്ല. പക്ഷേ അപ്പോൾ ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം പാലിക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശം പാലിക്കപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അപ്പുവിനെ മാറ്റി നിർത്തുവാൻ പാപ്പാന്മാർ തയ്യാറായില്ല. മഴ തുടർന്നുകൊണ്ടേയിരുന്നു. ഭക്ഷണപ്രിയനായ അപ്പു മഴ നനഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലും എനിക്കാരെങ്കിലും അല്പം ഭക്ഷണം തരൂ എന്ന മട്ടിൽ തുമ്പിക്കൈ ഉയർത്തിക്കാട്ടി ആൾക്കാരെ വിളിച്ചുകൊണ്ടേയിരുന്നു. പാപ്പാൻ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കൊടുത്ത് അപ്പുവിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആനകൾ മഴ നനയാറുള്ളതല്ലേ, അല്പം നനഞ്ഞാൽ എന്താണ് കുഴപ്പം എന്നൊക്കെ നമുക്ക് ചോദിക്കാം. ഈ ക്ഷേത്ര പരിസരത്ത് ഇതിൽ കൂടുതൽ സൗകര്യം കൊമ്പന്മാർക്ക് നിൽക്കാൻ ഒരുക്കാൻ കഴിയില്ല. ആനകൾ തമ്മിൽ 3 മീറ്റർ അകലവും ഓഡിയൻസിൽ നിന്ന് 8 മീറ്ററും പാലിക്കണം എന്ന കർശന നിർദ്ദേശമാണ് കോടതി ഉത്തരവിലുള്ളത്. ഇതിവിടെ ഈ ക്ഷേത്രത്തിൽ പാലിക്കപ്പെട്ടു. പക്ഷേ അപ്പു മഴ നനയേണ്ടി വന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. താങ്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി VM പൃഥ്വി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗജരാജ പ്രജാപതി പാമ്പാടി രാജനെക്കുറിച്ചുള്ള 200-ൽ പരം വീഡിയോകൾ ഈ ചാനലിൽ ലഭ്യമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.